രാവിലെ മുതൽ തുടങ്ങിയ സുദീർഘങ്ങളായ അന്വേഷണത്തിലും പഠനത്തിനും ഒക്കെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇനിയും ഒരു വാചകങ്ങളുടെയും പ്രസക്തി ഇവിടെ ഇല്ല എന്നത് പരമമായ സത്യമാണ്. എന്നാൽ ഒറ്റ വാക്കിൽ ഈ സമ്മേളനത്തിന് ആശംസ കൈമാറാൻ ആഗ്രഹിക്കുമ്പോൾ നിത്യ വിശ്വാസ പ്രമാണത്തിൻ്റെ വേദശാസ്ത്രപരവും അതിൻ്റെ രക്ഷാശാസ്ത്രപരവും അതിൻ്റെ ഫിലോസഫിക്കൽ പരവും അതിൻ്റെ രാഷ്ട്രീയപരവും അതിനെ സ്വാധീനിച്ച ദൈവശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളെ പറ്റിയൊക്കെ വിശദമായ ചർച്ചകൾ രാവിലെ മുതൽ നാം ഇവിടെ നടത്തി. പക്ഷേ 1700 വർഷങ്ങൾ തണ്ടിയ ഈ വിശ്വാസ പ്രമാണം നമുക്ക് ഹൃദയസ്പർശിയായി തീരുന്ന ഇടം എന്താണ്? നമുക്ക് ഹൃദയസ്പർശിയായി മാറുന്ന ഇടം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന പൂർണ്ണ ദൈവമായ ആ ദൈവത്തെ പറ്റിയുള്ള ബോധ്യമാണ്. എൻ്റെ സങ്കടങ്ങളിലേക്ക് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന പൂർണ്ണ ദൈവത്തെ പറ്റിയുള്ള ഒരു ബോധ്യം വിശ്വാസത്തിൻ്റെ വലിയ ഇഴയിടപ്പം നമ്മൾ സൃഷ്ടിക്കുകയും വിശ്വാസത്തിൻ്റെ തീവ്രത നമ്മൾ സൃഷ്ടിക്കുകയും വീണ്ടും യുഗാന്ത്യമുള്ള കാലത്തോളം യുഗയുഗാന്തരങ്ങളോളം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അലയടികൾ ഇവിടെ ഉയരുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കും എന്ന് ഓർത്തുകൊണ്ടും ഈ സമ്മേളനം അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ മുമ്പേ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞ കൂട്ടത്തിൽ എന്നിൽ നിന്ന് കുറ്റകരമായൊരു വീഴ്ചയുണ്ടായി. ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് ഏറെ സഹകരിച്ച മർത്തമറിയം സഭയുടെ അഖിലമലങ്കര മർത്തമറിയം സമാജത്തിൻ്റെ പ്രവർത്തകരുണ്ട്. അവരുടെ പേര് പറഞ്ഞില്ല എന്നത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും മേരി മാത്യു ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വലിയ സഹകരണം ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് സഹായകരമായി തീർന്നത് വളരെ കൃതജ്ഞതാപൂർവ്വം ഓർക്കുകയാണ്. ഒരു വാക്കുകൂടെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നവംബർ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസം ആരംഭത്തിൽ പരിശുദ്ധ ബാവാ തിരുമേനി പരിശുദ്ധ പിതാവിൻ്റെ ആലോചന സമിതി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ഈ 1700-ാം വാർഷികം എല്ലാ സഭകളും ആചരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പരിസമാപ്തി ആര് കുറിക്കും? അത് നമുക്കൊന്ന് ചെയ്താലോ എന്ന ഒരു ചോദ്യം ഞങ്ങളുടെ മുമ്പാകെ ഉന്നയിക്കുകയും ചെയ്തിരിക്കണം എന്ന കൽപ്പന കൂട്ടത്തിൽ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അതിൻ്റെ സംഘാടനത്തെ പറ്റിയോ ആളുകളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ ഡയറി തുടർന്ന് ഡിസംബർ മാസം 23-ാം തീയതി ഈ മീറ്റിംഗ് നടത്തണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ കൽപ്പന ഞങ്ങളുടെ മുമ്പിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചത്. കാരണം ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ഡിസംബർ മാസം 23-ാം തീയതി മലങ്കര സഭയിൽ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പല സമ്മേളനങ്ങളും നടത്തിയിട്ടുണ്ട്. എങ്കിലും ഈ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്രയും ആളുകളെ ഇവിടെ കൂട്ടിവരുത്തി ഈ ഒരു സമ്മേളനം എത്രമാത്രം പ്രാപ്യമാണ് എന്ന് ഞങ്ങൾ ചിന്തിച്ചുവെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയും 2 സെമിനാരികളുടെ അകമഴിഞ്ഞ പിന്തുണയും അഭിനയ പിതാക്കന്മാരുടെ കരുതലും സഭയിലെ ആത്മീയ സംഘടനകളുടെ പങ്കാളിത്തവും പിന്തുണയും ആ ദൗത്യത്തെ യാഥാർത്ഥ്യമാക്കിയത് ഓർത്ത് ആ പരമകാരുണ്യമായ ദൈവത്തെയും സ്തുതിക്കുന്നു. യുഗയുഗാന്തരങ്ങൾ നമുക്ക് ഏറ്റുപാടാം ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങൾ വിശ്വസിക്കും എന്ന ഞങ്ങളുടെ വിശ്വാസം അത് ഒരു വലിയ യുഗങ്ങൾക്ക് കൈമാറുന്ന ആ ബോധ്യങ്ങൾക്ക് കരുത്തേകാൻ ഈ സമ്മേളനം കഴിയട്ടെ, സമ്മേളനത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചൊല്ലുന്നു.